ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. കർത്താവിൽ പ്രിയരെ, സർവശക്തനായ ദൈവം തൻ്റെ സൃഷ്ടിയായ മനുഷ്യന് കൊടുത്ത ഒരു അനുഗ്രഹിക്കപ്പെട്ട സന്ദേശമാണ് വിശുദ്ധ വേദപുസ്തകം എന്ന് പറയപ്പെടുന്നത്. അതിന് ഒരുപാട് പ്രത്യേകതകളുണ്ടെങ്കിലും എന്നെ ചിന്തിപ്പിച്ച ഒരു കാര്യം പറയാം. ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം വായിക്കുമ്പോൾ ദൈവത്തിൻ്റെ കൈപ്പണിയായ മനുഷ്യൻ പാപം ചെയ്ത് ദൈവത്തിൽ നിന്നകന്ന് ഓടി ഒളിക്കാൻ ശ്രമിക്കുമ്പോൾ അവൻ്റെ പേര് വിളിച്ചുകൊണ്ട് അവൻ്റെ അടുക്കിലേക്ക് വന്ന് അവൻ്റെ അവസ്ഥ മനസ്സിലാക്കി, അവൻ്റെ വീഴ്ച മനസ്സിലാക്കി, അവൻ ഇനി ഒരിക്കലും കരയേറുവാൻ കഴിയത്തില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് യഹോവയായ ദൈവം, അവൻ്റെ സൃഷ്ടാവായ ദൈവം ആദാമിൻ്റെ അടുക്കിലേക്ക് വന്ന് രക്ഷിക്കുന്ന വഴി അവിടെ കാണാൻ കഴിയുന്നുണ്ട്. വിളിക്കുക, ആദമേ നീ എവിടെയാണെന്ന്. അപ്പോൾ വിളിയോടുകൂടി ആരംഭിക്കുന്നു വേദപുസ്തകം. എന്നാൽ വിശുദ്ധ വേദപുസ്തകത്തിലെ 66-ാമത്തെ പുസ്തകമായ വെളിപ്പാട് പുസ്തകം 22-ാം അധ്യായത്തിൻ്റെ അവസാന വാക്യത്തിൽ പത്മോസിൻ്റെ ഏകാന്തതയിൽ കിടന്നുകൊണ്ട് സ്വർഗീയ ദർശനം കണ്ട് ഭാവി സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങൾ ആത്മാവിൽ മനസ്സിലാക്കിയ യോഹന്നാൻ അവസാനം ഇങ്ങനെ പറയുന്നു, ആമീൻ, കർത്താവായ യേശുവേ വേഗം വരണമേ എന്ന്. യഹോവയായ ദൈവം പാപിയായ മനുഷ്യനെ വിളിക്കുമ്പോൾ അവസാന ഭാഗത്തേക്ക് വരുമ്പോൾ വിശുദ്ധീകരിക്കപ്പെട്ട യോഹന്നാൻ ഇങ്ങനെ വിളിച്ചു പറയുന്നു, ആമീൻ, കർത്താവായ യേശുവേ വേഗം വരണമേ എന്ന്. നമുക്കും പറയാം പ്രിയപ്പെട്ടവരെ, യേശുവേ വേഗം വരണമേ, നമ്മളെ ചേർക്കുവാൻ, ആമീൻ, നമ്മളെ നിത്യതയിലേക്ക് കൊണ്ടുപോയി നമ്മളെ അനുഗ്രഹിക്കുവാൻ യേശുവേ വേഗം വരണമേ എന്നുള്ള പ്രാർത്ഥനയോടെ നമുക്കായിരിക്കാം. കർത്താവ് സഹായിക്കട്ടെ. ആമേൻ.